പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എടുക്കുന്ന വിഷയം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ സ്നാപക യോഹന്നാന്റെ അടുക്കൽ പരീശന്മാർ ചിലരെ അയച്ചുകൊണ്ട് യോഹന്നാൻ ആരാണ് എന്ന് ചോദിക്കുന്ന സന്ദർഭമുണ്ട്. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ വായിക്കുകയാണ്. നീ ആർ എന്ന് യോഹന്നാനോട് ചോദിക്കേണ്ടതിന് യഹൂദന്മാർ യെരൂശലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അവന്റെ അടുക്കൽ അയച്ചപ്പോൾ അവന്റെ സാക്ഷ്യം എന്തെന്നാൽ അവൻ മറുക്കാതെ ഏറ്റുപറഞ്ഞു, ഞാൻ ക്രിസ്തു അല്ല എന്ന് ഏറ്റുപറഞ്ഞു. പിന്നെ എന്ത്, നീ ഏലിയാവോ എന്ന് അവനോട് ചോദിച്ചതിന് അല്ല എന്ന് പറഞ്ഞു. നീ ആ പ്രവാചകനോ എന്നതിന് അല്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. ഏലിയാവ് തന്നെയാണെന്ന് യേശുക്രിസ്തു ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് പരിഗ്രഹിപ്പാൻ മനസ്സുണ്ടെങ്കിൽ വരുവാനുള്ള ഏലിയാവ് അവൻ തന്നെ. അവൻ എന്ന് പറയുന്നത് സ്നാപകയോഹന്നാൻ തന്നെ എന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട്. അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നോക്കിയാൽ അത് മനസ്സിലാവും. പിന്നെ ഇവിടെ പറയുന്നത് ക്രിസ്തു അല്ല, ആ പ്രവാചകനും അല്ല എന്ന് പറയുന്നു. ആവർത്തനം 18, നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെ പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരും. അവന്റെ വചനം നിങ്ങൾ കേൾക്കണം. ഇവിടെ പറയുന്ന ആ പ്രവാചകൻ എന്ന് പറയുന്നത് യേശുക്രിസ്തു തന്നെയാണ്. ഇക്കാര്യം ഈ പരീശന്മാർക്ക് അറിയാൻ പാടില്ല, അതുപോലെ തന്നെ സ്നാപക യോഹന്നാനും അറിയാൻ പാടില്ല എന്നാണ് ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പക്ഷെ അതങ്ങനെയല്ല, രണ്ടും ഒന്നാണെന്നുള്ളതാണ്. തിരുവചനങ്ങളെല്ലാം തന്നെ പുതിയ നിയമവും പഴയ നിയമവും മൊത്തത്തിൽ അങ്ങനെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത്. ഇവർക്ക് ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലാകാത്ത ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് നമുക്കിന്ന് തെളിയുന്നത്. പിന്നെ ഇതിൻ്റെ പേരിൽ ചില മുസ്ലിങ്ങൾ അവരുടെ ഒരു വലിയൊരു പൊസ്സോലൻ എന്നൊക്കെ പറയുന്ന ഒരു ഷക്കീർ നായിക് ഉണ്ട്. ഈ ഷക്കീർ നായിക് പറയുന്നത് ആ പ്രവാചകൻ ഇതിൽ പറഞ്ഞേക്കുന്നത് മുഹമ്മദാണ് എന്നാണ് പറയുന്നത്. ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് പിശാച് ചെയ്യുന്ന ഒരു ടെക്നിക്കാണത്. ആ പ്രവാചകൻ ഒരിക്കലും മുഹമ്മദ് ആവില്ല. കാരണം മുഹമ്മദ് ഇസ്രായേൽ ജനത്തിൽപ്പെട്ട ആളല്ല. ഇവിടെ എന്തെന്നാ പറയുന്നത്, നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന്. നീ നിന്റെ സഹോദരന്മാരെന്ന് എവിടെ വെച്ച് പറഞ്ഞത്? മരുഭൂമിയിൽ വെച്ച് പറഞ്ഞതാണത്. മരുഭൂമിയിൽ 40 വർഷം മോശെ അവിടെ ഇസ്രായേൽ ജനത്തെ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അവരോട് പറഞ്ഞ കാര്യമാണ്. അവരിൽ ഒരാൾ പോലും ഈ മുഹമ്മദിന്റെ ആൾക്കാരുണ്ടായിരുന്നില്ല. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് കടത്തിക്കൊണ്ടുവരുമ്പോൾ അവരുടെ ഇടയിൽ ഒരൊറ്റ ആൾ പോലും ഇസ്രായേലിന്റെ, അതായത് യാക്കോബിന്റെ മക്കളല്ലാത്തവരാരും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് വചനം പറയുന്നത്. അവിടുന്ന് അവർ കടക്കാൻ നോക്കി, ചെങ്കടലിൽ കടക്കുമ്പോഴേക്കും അവരെല്ലാം ഈജിപ്തിൽ നിന്നുള്ള ഇവരെല്ലാം അവിടെ ചെങ്കടലിൽ അവിടെ മുങ്ങിപ്പോവുക ചെയ്തു. അബ്രഹാമിന്റെ 2 മക്കളുണ്ടായിരുന്നതിൽ ആദ്യത്തെ മകൻ എന്ന് പറയുന്നത് ഇസ്മായിലായിരുന്നു, രണ്ടാമത്തെ മകൻ ഇസ്ഹാക്കായിരുന്നു. ഇസ്ഹാക്കിന്റെ സന്തതികളിൽപ്പെട്ട ആൾക്കാരാണ് ഇസ്രായേൽ ജനം എന്ന് പറയുന്നത്. ഇസ്ഹാക്കിന്റെ 2 മക്കളിൽ ഒരാൾ ഏശാവും ഒരാൾ യാക്കോബും ആയിരുന്നു. അതിൽ ഏശാവിന്റെ മക്കൾ ആരും തന്നെ ഈ ഇസ്രായേൽ ജനത്തിലില്ല. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാക്കോബിന്റെ മക്കളാണ്. അപ്പൊ പിന്നെ എങ്ങനെയാ മുഹമ്മദ് ഇതിന്റെ ഉള്ളിൽ പെടുന്നത്? മുഹമ്മദ് എന്ന് പറയുന്നത് ഇസ്മായിലിന്റെ മക്കളോ അല്ലെങ്കിൽ ഏശാവിന്റെ മക്കളോ ആകാനേ ഒരു തരമുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അബ്രാഹാമിന്റെ മക്കളിൽ പെടാത്ത ആൾക്കാരായിരിക്കാം. അബ്രാഹാം കൂടാതെ വേറെ മനുഷ്യരും ഭൂമിയിലുണ്ട്. അവരെയൊക്കെ മക്കളും ആരെങ്കിലുമൊക്കെ ആയിരിക്കാം. ഇവർക്ക് ആർക്കും ഇസ്രായേൽ ജനത്തിന്റെ പാരമ്പര്യം പറയാൻ പറ്റില്ല. അത് മനസ്സിലാക്കാതെയാണ് അവര് ഇങ്ങനെ ഇരുട്ടുകൊണ്ട് ഓട്ടടിക്കുന്ന പരിപാടിയാണ് ഈ സക്കീർ നായിക്കും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സക്കീർ നായിക്ക് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ മുഹമ്മദ് പരിശുദ്ധാത്മാവാണ്. എന്തൊരു വെളിവുകേടെന്ന് അതിനെ പറയാം. ഇവിടെ ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞ സ്നാപകയോഹന്നാനോ അവിടെ ഉണ്ടായിരുന്ന പരീശന്മാർക്കോ ഒന്നും ആവർത്തന പുസ്തകത്തിൽ പറയുന്ന ആ പ്രവാചകൻ എന്ന് പറയുന്നത് യേശുക്രിസ്തു ആണെന്നുള്ളത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ ബൈബിളില് ഈ പറഞ്ഞത് സ്നാപകയോഹന്നാൻ പറഞ്ഞുകൊണ്ട് അത് 100% ശരിയായിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. യേശുക്രിസ്തു ഒരു കാര്യം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് കറക്റ്റാണ്. ശിഷ്യന്മാരങ്ങനെ പറഞ്ഞിട്ടുണ്ട്, യേശുക്രിസ്തു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ദൈവത്തിന്റെ അരുളപ്പാടായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. എന്നാൽ ഇതൊരു സംഭവമാണ്. സ്നാപകയോഹന്നാന്റെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കാൻ പരീശന്മാര് വിട്ടു. അവരെല്ലാം പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിരുന്നു പറയാൻ പറ്റില്ല. പരിശുദ്ധാത്മാവ് ആണ് അവര് കൂടെ സംസാരിച്ചെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ യോഹന്നാനും മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെല്ലാം 100% ശരിയാണെന്ന് സമർത്ഥിക്കാൻ പറ്റില്ല.